ഒരു തെറപ്പിസ്റ്റ് എന്നുള്ള നിലയിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്. നമുക്ക് എംപതി ഉണ്ടായിരിക്കണം, നമ്മൾ റെസീലിയൻ്റ് ആയിരിക്കണം, ക്ലയൻസിനെ ആക്റ്റീവ്ലി ലിസൺ ചെയ്യാൻ നമുക്ക് പറ്റണം. പക്ഷേ ഇതിനൊക്കെ പുറമെ കുറച്ചും കൂടെ ഡീപ്പർ ലെവലിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്. അതിലൊന്നാമത്തേതാണ് ടോളറേറ്റിംഗ് അൺസർട്ടനിറ്റീസ്. ചിലപ്പോൾ ആദ്യത്തെ സെഷനിലോ അല്ലെങ്കിൽ 2-3 സെഷൻ കഴിഞ്ഞാലും ഈ ക്ലയൻറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവണം എന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്താ ഇത് മനസ്സിലാവാത്തതെന്നുള്ള ഫ്രസ്ട്രേഷനിൽ എത്തുന്നതിന് പകരം ഓക്കെ എനിക്കിവിടെ കുറച്ചും കൂടെ ലേൺ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താൻ നമുക്ക് പറ്റണം. ഈ ഒരു അൺസർട്ടനിറ്റി നമുക്ക് ടോളറേറ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അടുത്ത കാര്യമാണ് ദ ആർട്ട് ഓഫ് റിഫ്ലക്ഷൻ. ഓരോ സെഷന് ശേഷവും ഈ സെഷനിൽ എന്താണ് നടന്നതെന്ന് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റണം. ഈ സെഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്ത എന്ത് ഇൻപുട്ടാണ് എൻ്റെ ക്ലയൻറ്റിന് ബെനിഫിഷ്യൽ ആയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അടുത്തതാണ് ദ ആർട്ട് ഓഫ് മാസ്റ്ററിങ് ഇമോഷണൽ ലേബർ. ഈ ജോബിൽ എന്തായാലും കമ്പാഷൻ ഫാറ്റീഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചില സിറ്റുവേഷൻസിൽ കുറച്ച് ഇമോഷണലി ഡ്രെയിനിങ്ങും ആവാൻ ചാൻസ് ഉണ്ട്. സോ ഏതൊക്കെ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഇമോഷണലി ട്രിഗേർഡ് ആവുന്നത്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മുടെ ഇമോഷൻസ് ഓവർ പവർ ചെയ്യുന്നതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും അതിനെ കൃത്യമായിട്ട് ഡീൽ ചെയ്യാൻ പഠിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.